നമസ്കാരം. കേരളപ്പച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത് ശ്രീ വി ഷിനിലാലാണ്. അദ്ദേഹം കഥാകൃത്താണ്, നോവലിസ്റ്റാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ കഥയ്ക്കും നോവലിനുമുള്ള 2 അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. കേരളപ്പച്ചയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് ആ പഴയ സൈദ്ധാന്തിക ചർച്ചയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. കല കലയ്ക്ക് വേണ്ടിയാണോ അതോ കല മനുഷ്യന് വേണ്ടിയാണോ? ഇത് വളരെ പുരാതനമായ ഒരു ചോദ്യവും പുരാതനമായ ഒരുപാട് ചർച്ച നടന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ കല എന്നത് സത്യത്തിൻ്റെ ആവിഷ്കാരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ സത്യത്തെ കുറേ കൂടി റിയലായിട്ട് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു മാധ്യമമാണ് കല. അത് ഒരുപക്ഷെ ഇങ്ങനെ മറ്റേതിനേക്കാളും ഒരുപക്ഷെ നമ്മൾ ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനേക്കാളും ഒരു കലയ്ക്ക് ആ റിയാലിറ്റിയെ അല്ലെങ്കിൽ എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നുള്ളതിനെ കുറേ കൂടെ വ്യക്തമായി മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പഴയ ഒരു ചെറിയ കഥ ആലോചിച്ച് വരികയായിരുന്നു. അതെൻ്റെ അമ്മുമ്മ പറഞ്ഞു തന്ന കഥയാണ്. അതൊരു രാജാവിൻ്റെ കഥയാണ്, രാജാവിൻ്റെ ക്ഷുരകൻ്റെയും കഥയാണ്. ഒരുപക്ഷെ അറിയാമായിരിക്കും. അതിങ്ങനെയാണ്, ഒരു രാജാവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ സ്ഥിരം മുടി വെട്ടുന്ന ഒരു ക്ഷുരകൻ. അപ്പോൾ അയാൾക്ക് മാത്രം അറിയാവുന്ന രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ രാജാവിൻ്റെ ഒരു കാത് വലുതും ഒരു കാത് ചെറുതും എന്നാണ്. അപ്പോൾ ഇത് പുറത്ത് പറയാൻ പാടില്ല. പുറത്ത് ഒരാൾ അറിഞ്ഞാൽ രാജാവിന് വലിയ അപമാനമാണല്ലോ. അങ്ങനെ പറയാൻ പാടില്ല, പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാകുമെന്ന് ഇയാൾക്ക് തന്നെ അറിയാം. പക്ഷേ ഇയാൾ ഒരു സമയത്ത് ഇയാളുടെ ഭാര്യയോട് പറയും. ഈ ഭാര്യയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം ചെന്നിട്ട് തുണി അലക്കുന്ന കടവിൽ ചെന്നിട്ട് അവിടെ വരുന്ന പെണ്ണുങ്ങളിൽ ഒരാളോട് പറയും, നിനക്കറിയാമോ ഇങ്ങനെ സംഭവമുണ്ട്, നമ്മുടെ രാജാവ് ഭയങ്കര സംഭവമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കാത് വലുതും ഒരു കാത് ചെറുതുമാണെന്ന് പറയും. അപ്പോൾ ഇത് പെട്ടെന്ന് അത് രാജ്യമാകെ പടരുകയും രാജാവിൻ്റെ അതുവരെയുള്ള സകല ഇമേജിനെയും ബാധിക്കുകയും ഈ പറഞ്ഞ ക്ഷുരകനെ പെട്ടെന്ന് തന്നെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഒരു സ്ഥലത്ത് കൊണ്ട് അയാളെ കൊന്നിട്ട് ഒരു സ്ഥലത്ത് അടക്കം ചെയ്തു. അവിടെ ഒരു മരം നട്ടു. പിന്നീട് ഈ മരം വളർന്നു വരും. അതിനുശേഷം അപ്പോൾ അതോടുകൂടി പ്രശ്നങ്ങൾ സോൾവായി. രാജാവിനെ സംബന്ധിച്ച് പ്രശ്നം സോൾവായി. ആ സത്യം മണ്ണിനടിയിലായി. പിന്നെ ആരും മിണ്ടാതായി. അങ്ങനെ ഇരിക്കെ ഈ മരം വളർന്നു വന്നു. ആ മരം ഈ ചെണ്ടയുടെ കമ്പുണ്ടാക്കുന്ന മരമാണ്. അങ്ങനെ ഈ കമ്പെടുത്തിട്ട് ചെണ്ടക്കാർ ചെണ്ട അടിക്കുന്നു. അപ്പോൾ ചെണ്ട അടിക്കുമ്പോൾ കേൾക്കുന്ന താളം ഇതാണ്, രാജാവിൻ്റെ ഒരു കാത് വലുതും ഒരു കാത് ചെറുതും. ഇതിങ്ങനെ എത്ര അടിച്ചാലും ഈ താളം മാത്രമേ കേൾക്കുള്ളൂ. ഈ താളത്തിലാണ് വരുന്നത്. അപ്പോൾ നാട്ടുകാരെല്ലാം ഇത് കേൾക്കുകയും വീണ്ടും ചിരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞത് ചെണ്ട ഒരു കലയുടെ ആവിഷ്കാരമാണെങ്കിൽ ആ കല ആവിഷ്കരിക്കുന്നത് ഇത്രയും അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സത്യത്തിനെയാണ്. ഇത് മനുഷ്യനാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കലയുടെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് മനുഷ്യനാണ് എന്നും അത് മനുഷ്യന് വേണ്ടി വരും. പക്ഷെ മനുഷ്യൻ മാത്രമാണ് കലയെ ആസ്വദിക്കുന്നത്. നമ്മൾ പറയും കല കലയ്ക്ക് വേണ്ടി എന്ന് പറയും. കല എന്ന് പറയുന്നത് ഒരു ആ അർത്ഥത്തിൽ അതിന് കല ആസ്വദിക്കാനുള്ളതാണല്ലോ കല. അതൊരു അമൂർത്തമായ ഒരു സങ്കല്പമാണ്. കലയ്ക്ക് മാത്രമായിട്ടുള്ള നിലനിൽപ്പ് അങ്ങനെ ഒരു നിലനിൽപ്പില്ല. മനുഷ്യൻ ആ സെന്ററിൽ നിൽക്കുന്നതുകൊണ്ടാണ് കല ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് വേണ്ടിയുള്ളതാണ് കല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിലെ ഇന്ത്യൻ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ ഇപ്പം മനുഷ്യൻ്റെ യാഥാർത്ഥ്യം, അവൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അതിനു മുകളിൽ ഭാവനയെ പ്രതിഷ്ഠിക്കാൻ എഴുത്തുകാരന് അല്ലെങ്കിൽ കലാകാരന് അങ്ങനെ ഒരു അധികാരമുണ്ടോ? അല്ലെങ്കിൽ ധാർമ്മികമായി അത് ശരിയാണ്? മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾക്കപ്പുറം കെട്ടുകഥകൾ, മിത്തുകൾ ഇവയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് രചനയിൽ അങ്ങനെ ഒരു മായിക പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ കാണും? അത് 2 രീതിയിൽ കാണാം. നമ്മൾ ഈ പറയുന്ന മിത്തുകൾ പോലും പലപ്പോഴും ആ ജീവിതത്തിൻ്റെ ആവിഷ്കാരമായിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ജീവിതാവിഷ്കാരമായിട്ട് തന്നെ കണക്കാക്കാം. അത് വേണ്ടതാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ നോർമൽ സാധാരണ വർത്തമാനകാല ജീവിതം മാറ്റിവെക്കുകയും നമ്മളെ മറ്റൊരു തരത്തിലുള്ള മായികമായ നമുക്ക് പുരാതനമായ സംഗതികളുണ്ടായിരുന്നു എന്നും അതിൻ്റെ ഒരു ഗ്ലോറിഫിക്കേഷനിലേക്കും പോകുന്ന തരത്തിലുള്ള സാഹിത്യം വരും. അത്തരം സാഹിത്യം ആവിഷ്കാരം വരുന്നത് ഒരുപക്ഷെ ഇന്നത്തെ റിയാലിറ്റിയെ മറച്ചു വയ്ക്കാനുള്ള ശ്രമം ആയിട്ട് സാഹിത്യം മാത്രമല്ല കലയിലും ഒക്കെ അത്തരം ആവിഷ്കാരം. സിനിമ അതിൻ്റെ സിനിമ തീർച്ചയായിട്ടും സിനിമയും ഈ പറഞ്ഞ ജനകീയ കലകളിലൊക്കെ അതിൻ്റെ ഒരു വലിയ സ്വാധീനം പൊളിറ്റിക്കലായിട്ട് തന്നെ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു മയക്കുമരുന്ന് കൊടുക്കും പോലെയാണ്.
യഥാർത്ഥത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിനക്ക് മറ്റൊരു ലോകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മായികമായ ഒരു സംഗതി കാണിച്ചു കൊടുക്കുകയും അതൊരു പക്ഷെ ഭക്തിയുടെ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം, അത്തരം ഒരു സംഗതി കാണിച്ചു കൊടുത്ത് അവനെ ഈ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു സംഗതി അത് നിലവിലുണ്ട് എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരള സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടൊക്കെ വരിക. കേരള സ്റ്റോറിയെ സംബന്ധിച്ച് അത് ഒരു പ്രൊപ്പഗണ്ട മൂവിയാണ്. അത് മലയാളികൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സംഗതി. മലയാളികളിലെ 90% മനുഷ്യർ, അത് ഒരുപക്ഷെ ആ രാഷ്ട്രീയം പിൻപറ്റുന്നവരിൽ പോലും വലിയൊരു വിഭാഗം ഇതിനെ തമാശയായിട്ട് കാണുന്നവരാണ്. പക്ഷെ ഇതിന് പുറത്തുള്ള ഒരു വലിയ സമൂഹം, ഈ നമ്മൾ ഒരു 4 കോടിക്കകത്തുള്ള ഒരു സമൂഹമാണ് മലയാളി. ബാക്കി 136 കോടി ജനങ്ങൾ പുറത്തുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യമാണ്. അവരെ ഒരു പക്ഷേ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതുകൊണ്ട് സാധിക്കും. എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള വ്ളോഗേഴ്സും ഈ പറഞ്ഞ യൂട്യൂബേഴ്സും ഒക്കെ അതിനെ വളരെ വിസിബിലിറ്റി ഉള്ള ഒരു കാലമാണിത്. നമുക്കൊന്നും അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാതെ തന്നെ നമ്മുടെ കേരളത്തിനെയും ഒക്കെ ലോകത്തിന് അറിയാവുന്നൊരു കാലമാണ്. അപ്പോൾ അവരെല്ലാം ഈ പ്രൊപ്പഗണ്ടയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ അടുത്തിടെ കോഴിക്കോട് സുനിത വില്യംസ് വന്നതിൻ്റെ വീഡിയോ, അവിടെ വന്ന ആൾക്കൂട്ടവും മലയാളികളല്ല അത് ആസ്വദിച്ചത്. നോർത്ത് ഇന്ത്യൻസ് വ്ളോഗേഴ്സ് അത് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇന്ത്യയിൽ ഒരുപക്ഷെ കേരളത്തിൽ മാത്രമായിരിക്കും ഇതുപോലെ ഒരു സയൻസ് സെലിബ്രിറ്റി വരുന്നത്. ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഈ സുനിത വില്യംസ് UP-യിലോ ഒരുപക്ഷെ ഒരു ക്യാമ്പസിനകത്ത് അവർക്കൊരു ഇടം കിട്ടിയേക്കും. പൊതുജനങ്ങളുടെ ഇടയിൽ സുനിത വില്യംസ് ഒന്നുമല്ല. അവിടെ വേറെ രീതിയിലാണ്. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ റിയൽ കേരള സ്റ്റോറിയാണ്. ഇത് കുറേ പേരെ പറ്റിക്കാൻ ഉപയോഗിക്കാം എന്നല്ലാതെ ആത്യന്തികമായി മലയാളികൾ തള്ളിക്കളഞ്ഞ ഒരു സാധനമായിട്ട് മനസ്സിലായി. ഇപ്പം കേരളത്തിൻ്റെ മാറ്റങ്ങൾ, സാമൂഹിക മാറ്റങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കേരളത്തിൻ്റെ ഈ സെക്യുലർ ഫാബ്രിക്കിൽ വരുന്ന മാറ്റങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അപ്പം അതെങ്ങനെയാണ് നമ്മൾ വളരെ ഭീതിജനകമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഒരു സെക്യുലർ സ്പേസ് ഭീഷണി നേരിടുന്നു എന്നാണോ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ബോധപൂർവം ഉണ്ടാവുമ്പോൾ തന്നെ കേരളം വളരെ ശക്തമായിട്ട് അതിനെ നേരിടുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നു എന്ന നിലക്കാണോ കാണുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാറ്റം? നമ്മൾ ഈ ഒരു സെക്യുലർ ഒരു ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു സന്ദിഗ്ധ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാരണം ഞാൻ എൻ്റെ കൗമാരപ്രായത്തിൽ ഈ ഇന്ത്യയിൽ ഈ വരുന്ന സെക്യുലർ ഡിവൈഡിനെ വ്യക്തമായിട്ട് നമുക്കൊരു ടച്ച് ചെയ്ത ഒരു പോയിന്റിൽ തൊട്ട് പറയാൻ പറ്റും. ഇപ്പം 90s വരുന്ന ഒരു കാലഘട്ടം. അപ്പം ഞാനൊക്കെ 14-15 ഒക്കെ പ്രായമുള്ള കുട്ടിയാണ്. പക്ഷെ അപ്പോൾ പോലും നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഇങ്ങനെ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കൊച്ചിലേ നമ്മൾ അത് പരിചയിച്ചു വരുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യത്തിലാണ് വളർന്നത്. അപ്പം 89, 90, 91, 92 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കൃത്യമായ ഈ ഡിവൈഡ് സംഭവിച്ച ഒരു സ്ഥലമാണ്. നമ്മളീ പറയുമ്പോഴും കേരളത്തിന് വളരെ സെക്യുലറായിട്ടുള്ള പാരമ്പര്യമുണ്ട്. നമ്മുടെ ഈ മതമൈത്രി എന്ന് പറയുന്നത് കേരളത്തിന് സ്വതന്ത്രമായുള്ള നാച്ചുറലായിട്ടുള്ള സംഗതിയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരും അങ്ങനെ തന്നെയാണ്. നമ്മൾ വിചാരിക്കും പോലെ ഈ പറഞ്ഞ കേരളത്തിന് പുറത്തുള്ളവരും വർഗീയവാദികളൊന്നും അല്ല. ഇവരെ നമ്മൾ ആക്കിയെടുത്തതാണ്. ഒരുപക്ഷെ ഒരു 150 വർഷം, 200 വർഷം മുന്നേ ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചത് അവരുടെ പൊളിറ്റിക്കൽ പവർ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയൊരു സംഗതി. പിന്നീട് ഇലക്ട്രൽ പൊളിറ്റിക്സിന് വേണ്ടി ഇന്ത്യയിൽ അങ്ങനെ വർഗീയമായ വിഭജനം ഉണ്ടാക്കുന്നത് വരെ ഈ മനുഷ്യർ വളരെ കൂടിക്കലർന്ന് ആഘോഷങ്ങളിൽ പരസ്പരം പങ്കെടുത്ത് അതിൻ്റെ എത്രയോ ഐക്കണിക്കായിട്ടുള്ള സ്മാരകങ്ങൾ, എത്രയോ ആരാധനാലയങ്ങൾ ഇന്ത്യയിൽ എവിടെ എല്ലാം കാണാം. ഈവൻ അയോധ്യയിൽ കാണാം, കാശിയിൽ കാണാം, മൊയ്നുദ്ദീൻ ചിസ്തിയുടെ അങ്ങനെയുള്ള ദർഗയിൽ കാണാം. അങ്ങനെ എവിടെയെല്ലാം കാണാം. ഇന്ത്യയിലെല്ലാം അത്തരം സംഗീതത്തിലുണ്ട്. കബീർ ദാസിന്റെ ജീവിതം നമുക്കറിയാം, ജീവിതവും ചരിത്രം അറിയാം. അപ്പം അത് വേറെ ലെവലിലാണ് ഇന്ത്യ ഈ മതങ്ങളെ സ്വാംശീകരിച്ചതും ജീവിച്ചതും ഒക്കെ. അപ്പം പലപ്പോഴും ഇപ്പോഴത്തെ ഹിന്ദു വർഗീയവാദികൾ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ഒരു യുദ്ധം ചെയ്യലുണ്ട്. അവർ ചെയ്യുന്നത് ചരിത്രത്തോടെയാണ് യുദ്ധം ചെയ്യുന്നത്, വർത്തമാനത്തിൽ നിന്നിട്ടല്ല. അവർ യുദ്ധം ചെയ്യുന്നത് പോയ 400 വർഷത്തിനപ്പുറമുള്ള ഒരു കാലഘട്ടത്തിൽ ചെന്ന് നിന്നിട്ട് ഇവിടെ നിന്ന് അമ്പ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം അവർ പ്രധാനമായി ആക്രമിക്കുന്നത് ഔറംഗസീബിനെയാണ്. അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഔറംഗസീബിന്റെ സൈന്യം മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അതിനെ നയിച്ചത് മഹാരാജ ജയ്സിംഗ്.
രജപുത്ത് നേതാക്കളെ, രജപുത്ത് രാജാക്കന്മാരാണ് അവരെ നയിച്ചുകൊണ്ട് വന്നത്. അവർ ഈ മറാഠയിലേക്ക് കയറുമ്പോൾ അവരെ സ്വീകരിച്ചത് അവിടുത്തെ ബ്രാഹ്മിൺസാണ്. അതെ അതെ. ശിവജിക്കെതിരായി നിന്ന ബ്രാഹ്മിൺസാണ്. അതുപോലെ ഇതിന്റെ ഏറ്റവും മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ ശിവജിയുടെ കടൽ സൈന്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം സേനാധിപൻ, നമ്മുടെ കുഞ്ഞാലി മരയ്ക്കാരൻ. അതെ അതെ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഔറംഗസീബിനെതിരെ ഹിന്ദു മുസ്ലിം എന്നുള്ള ദ്വന്ദ്വം ഉണ്ടാക്കിയിട്ട് ഒരു യുദ്ധം ആരംഭിക്കും. 90s നോക്കുമ്പോൾ നമുക്കറിയാം അത് വളരെ വിസിബിളായിട്ട് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ട്. ഞാൻ ആ പ്രായത്തിൽ ഇങ്ങനെ രാഷ്ട്രീയം കണ്ട് ജീവിച്ചുകൊണ്ട് ഞാൻ തൊട്ടറിഞ്ഞൊരു കാലമാണ്. അപ്പോൾ ആ സമയത്ത് രഥയാത്ര വരുന്നു, അതിനുശേഷം ബാബറി മസ്ജിദിൻ്റെ തകർച്ച വരുന്നു, അതിൻ്റെ തകർക്കൽ വരുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കൃത്യമായൊരു ഡിവൈഡ് നമുക്ക് പോയിന്റ് തൊട്ടിട്ട് ഇത് മുതലാണ് നമ്മുടെ രാജ്യം കൃത്യമായ ഡിവൈഡിലേക്ക് പോയെന്ന് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, എൻ്റെ നാട്ടിലെ ഒരു ചരിത്രം ഞാൻ എൻ്റെ 20 എന്ന് പറഞ്ഞ നോവലിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വളരെ പാരമ്പര്യമുള്ള ക്ഷേത്രം, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രമാണ് നെട്ടേക്കോട് ക്ഷേത്രം എന്നാണ് എൻ്റെ പേര്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഖുറാൻ വെച്ച് പൂജിച്ചിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാവും. അവിടെ 7 പടുക്ക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ എല്ലാ വർഷവും പൂജ നടത്തുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ 7 സങ്കല്പങ്ങൾ, 7 ദൈവങ്ങൾക്ക് വേണ്ടി പടുക്ക വെച്ച് പൂജിക്കും. 8ാമത്തെ പടുക്ക എന്ന് പറയുന്നത് ഖുറാനായിരുന്നു. അതിന്റെ ഒരു മിത്ത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഐതിഹ്യം? അതെന്ന് പറഞ്ഞാൽ ഒരു പഴയ തലമുറയിലെ ഒരു ലബ്ബ, അദ്ദേഹത്തിന്റെ പേര് ഇറവാങ്കോട് ലബ്ബ എന്ന് പറയുന്ന ഒരു ലബ്ബയുണ്ട്. അത് നാഗർകോവിൽ സൈഡിൽ, അതായത് തിരുവിതാംകൂറിന്റെ തെക്കൻ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ, അവിടെ നിന്നാണ് വരുന്നത്. അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ അവിടെ വന്നെന്നും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, ഈ കുടുംബത്തിലെ കാരണവർക്ക് ഒരു തമ്പിയാണ്, അദ്ദേഹത്തിന് ഒരു ഖുറാൻ കൊടുത്തിട്ട് പോയെന്നാണ് അതിൻ്റെ ഒരു കഥയല്ല, യാഥാർത്ഥ്യമാണ്. ഈ ഖുറാൻ അവിടെ 90s വരെ അവിടെ വെച്ചുകയും പൂജിക്കുകയും ചെയ്തിരുന്നു. 90കളായപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞ ആ ഡിവൈഡിങ് പോയിന്റിലെത്തി. അപ്പോഴത്തേക്ക് ഈ ഖുറാൻ അവിടെ ഇരിക്കുന്നതിനെ ചോദ്യം ചെയ്തു തുടങ്ങി. ആരാണ് ചോദ്യം ചെയ്തത്? ഈ ഹിന്ദുക്കൾ മാത്രം, ഹിന്ദു വർഗീയവാദികൾ മാത്രമല്ല, മുസ്ലിം വർഗീയവാദികളും ചോദ്യം ചെയ്തു. അവർ രണ്ടുപേർക്കും ഒരേ ന്യായമാണ്. അവർ ഞങ്ങളുടെ ഖുറാൻ എങ്ങനെ അവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും? അത് അങ്ങനെ വയ്ക്കാനുള്ളതല്ലോ. മറ്റൊരു ചോദിക്കുന്നതും അതാണ്, ഖുറാൻ എങ്ങനെ ഇവിടെ കൊണ്ടുവയ്ക്കും? അങ്ങനെ അവർക്കടുത്ത് മാറ്റേണ്ടി വന്നു. കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ വീട്ടുകാരോട് പോയി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഈ അവിടുത്തെ ഒരു പുതിയ തലമുറയിലെ ആൾ പറഞ്ഞത്, എല്ലാ വർഷവും ഈ ദർഗയിൽ ഉത്സവം നടക്കുമ്പോൾ, ഈ പള്ളിയിൽ നാഗർകോവിലെ ഈ ഇറവാങ്കോട് എന്ന് പറഞ്ഞ പള്ളിയിൽ ഉത്സവം നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ 2 ആൺമക്കളെയും കൊണ്ട് അവിടെ പോകുമായിരുന്നു. ഈ തമ്പി എന്ന് പറഞ്ഞാൽ വളരെ സവർണ സമുദായമാണ്, മനസ്സിലാക്കുന്നത്. രാജകുടുംബമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു കുടുംബമാണ്, വലിയ ക്ഷേത്രമാണ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കൽ വാങ്ങൽ നിലനിന്നൊരു സമൂഹമാണ് നമ്മുടെ. മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർക്ക് ആ ശീലം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, പല പള്ളികളിലും, ഈ തിരുവനന്തപുരത്ത് തന്നെ ഭീമാ പള്ളിയിൽ ഈ ഹിന്ദുക്കൾ ധാരാളമായിട്ട് പോകും. അങ്ങനത്തെ ഈ ധാരാളം പള്ളികളും ക്ഷേത്രങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫാബ്രിക്കാണ് ഇത്. ഈ ഒരു പ്രത്യേക കാലഘട്ടം നോക്കും, നമ്മളിവിടേക്ക് ഇതിനെ തകർക്കണം. ഈ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ വലിച്ച് കീറിയെടുക്കണം. അത് മാറ്റിയാൽ മാത്രമേ നമ്മുടെ ഈ ഒരു കമ്മ്യൂണൽ കോമ്പോസിഷൻ, അല്ലെങ്കിൽ ഈ ഒരു സെക്കുലർ കോമ്പോസിഷൻ തകർത്താൽ മാത്രമേ ഈ പറഞ്ഞ ഡിസ്ട്രക്റ്റീവായുള്ള ആശയങ്ങൾക്ക് കടന്നു വരാൻ പറ്റും. അത് അത്ര എളുപ്പമല്ലെന്ന് അവർക്കറിയാം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അതിനുവേണ്ടി എന്തെല്ലാം നുണപ്രചരണങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വലിയ തോതിൽ തന്നെ പ്രതിരോധിക്കുന്നുണ്ട്, പ്രതിരോധം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് പ്രതിരോധം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ നമുക്ക് തൽക്കാലത്തേക്ക് നമുക്ക് പ്രതിരോധിച്ച് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും ഭീഷണി ഉണ്ടെന്ന് അർത്ഥം. തീർച്ചയായിട്ടും ഭീഷണിയുണ്ട്. കാരണം അവർ എപ്പോഴും നമുക്കറിയാമല്ലോ, വർഗീയവാദികൾ പറയുന്നത് തങ്ങൾ സ്വയം ഇൻസെക്യൂർഡ് ആണെന്നുള്ള അവസ്ഥയിലേക്ക് അവരുടെ മതസ്ഥരെ എത്തിക്കും. എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്, മറ്റൊരു മറുഭാഗത്തൊരു ശത്രുവിനെയും കൊടുക്കും. അവർ കാരണം നമ്മുടെ എല്ലാം പോകുന്നു. ആത്യന്തികമായി ഇതിനകത്ത് എക്കണോമിക്, സാമ്പത്തികമായ ഘടകങ്ങളും ഉണ്ട്. നമ്മൾക്ക് സമയത്ത് എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പൊ കഴിഞ്ഞ മാസം മലപ്പുറത്ത് കേരളത്തിലെ ആദ്യത്തെ കുംഭമേള എന്ന് പറഞ്ഞ ഒരു മോഡൽ അവതരിപ്പിക്കുന്നത്. അപ്പം അവരതിൽ വിചാരിച്ചു കാണുക ഒരു പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സംഘർഷമൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നായിരിക്കാം. പക്ഷേ അങ്ങനെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, എല്ലാവരുടെയും സഹകരണത്തിൽ അത് നടക്കുകയാണ് ചെയ്തത്. അപ്പം പക്ഷേ അതിൻ്റെ അവസാനത്തെ സെഷനിൽ പങ്കെടുത്ത ചില ആളുകൾ വളരെ വർഗീയമായ പരാമർശത്തോടുകൂടി സംസാരിക്കും. ആക്ച്വലി 2019 അലഹബാദ് കുംഭമേളയിൽ ഞാൻ പോയിട്ടുള്ളതാണ്. ഞാൻ പോയെന്ന് പറഞ്ഞാൽ ഞാൻ 15 ദിവസം അവിടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ആ കുംഭമേള എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലക്ഷക്കണക്കിന്
കോടിക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അതിൻ്റെയും സംഗതി മനസ്സിലാക്കാനുള്ള ഇന്ത്യയിലല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതുപോലുള്ള ഒരു മനുഷ്യർ വരുന്ന ഇടമാണ്. ആ യു പി ആണ് നമ്മൾ ഈ പറയുന്ന യു പിയിൽ പോലും അവിടെ ഈ മുസ്ലിംസ് അതിനകത്തും കച്ചവടം നടത്തുന്നവരുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇന്ത്യക്കുണ്ട്. അത് പൂർണ്ണമായിട്ട് പൊളിച്ചു കളയാനവർക്ക് ആയിട്ടില്ല. എത്ര ശ്രമിച്ചാലും അങ്ങനെ ആവരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. സാധിക്കണമെങ്കിൽ ഇടയ്ക്ക് സാധിക്കണമായിരുന്നു, കാരണം ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇനി അത് അവരുടെ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ച്, നോർത്ത് ഇന്ത്യൻ ഹിന്ദു മതത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനെ സംബന്ധിച്ച് കുംഭമേള അതിൻ്റെ ഭാഗമാണ്. എന്നാൽ മലയാളികളെ സംബന്ധിച്ച് കുംഭമേള എന്നൊരു സംഗതി ഇല്ല, നമ്മുടെ ചരിത്രത്തിലില്ല, നമ്മുടെ ഐതിഹ്യങ്ങളിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. അതിന് പുതിയതായിട്ട് കൊണ്ടുവരികയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കുമതി ചെയ്ത് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരികയാണ്. നിലവിൽ നടത്തിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ അങ്ങനെ കണ്ടു. അതിനെയും ഒരു ഉത്സവമായിട്ട് കണ്ടു. അങ്ങനെ ഇഷ്ടംപോലെ കച്ചവടം നടന്നു. പക്ഷെ അവിടെയും വന്നിട്ട് ഈ വർഗീയത വയ്ക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ആക്ച്വലി ഇതിനെല്ലാം പൊളിറ്റിസൈസ് ചെയ്ത് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നിടത്താണ് പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മതവിശ്വാസി ആർക്കും ദ്രോഹമൊന്നും അല്ല, അയാളൊരു അന്ധവിശ്വാസി ആവാത്തിടത്തോളം അല്ലെങ്കിൽ അയാൾ മറ്റൊരു ആൾക്ക് ദ്രോഹം ചെയ്യാത്തിടത്തോളം മതവിശ്വാസിയൊന്നും നമുക്ക് ഒരു മതേതര നമ്മുടെ ഒരു സമൂഹത്തിൽ അംഗീകരിക്കേണ്ടതാണ്. തീർച്ചയായും ദൈവവിശ്വാസി കുറെ കൂടെ പാവപ്പെട്ട മനുഷ്യനാണ് ദൈവവിശ്വാസി, അവരെ നമ്മൾ അങ്ങനെ തന്നെ വിടേണ്ടതാണ്. പക്ഷെ അവരിലേക്ക് ഈ വർഗീയത കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ കടന്നു വരുമ്പോഴത്തേക്ക് അവരെ ഭയങ്കരമായ ഒരു അക്രമീയമായ വിധം മാറും. അവർ തന്നെ ആരെ കൊല്ലാനൊന്നും, ഇപ്പൊ സ്ത്രീകൾ പോലും നമ്മൾ ഈ നാസികളുടെ ചരിത്രം നോക്കി വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന സ്ത്രീകൾ പെട്ടെന്ന് കുട്ടികളെയൊക്കെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് മാറി. ഇത് മനുഷ്യന്റെ ഒരു വയറിങ്ങിന്റെ പ്രശ്നമാണ്. അവരെ നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും, വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് അവർ ഭീഷണി നിലനിൽക്കുന്നത്. ഇങ്ങനെ നിരന്തരമായ പ്രചരണത്തിലൂടെ മനുഷ്യരെ ഒരുതരം ഭ്രാന്തമായ അവസ്ഥയിൽ എത്തിച്ചിട്ട് മറ്റു മനുഷ്യനെതിരെ കത്തിയെടുത്ത് കുത്താൻ, ഒരുപക്ഷെ നമ്മളൊരു കോളേജിലെ പ്രൊഫസറായിരിക്കാം, സയൻറ്റിസ്റ്റ് ആയിരിക്കാം, വളരെ മാന്യമായി ഓഫീസിൽ ജോലി ചെയ്യാൻ പോകുന്ന ഒരാളായിരിക്കാം. പക്ഷെ നാളെ ഇതേ പ്രചരണത്തിൻ്റെ ഇരയായിട്ട് ഇയാൾ തന്നെ ഒരു കത്തിയെടുത്ത് അയാളുടെ സഹപ്രവർത്തനയോ കുത്തി കൊല്ലേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. എന്താണ് യഥാർത്ഥത്തിൽ നമുക്കിതിന് ഒരു മറുമരുന്ന് അല്ലെങ്കിൽ പ്രതിരോധം ശരിക്കും എന്താണ്? ഈ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മാത്രം മതിയാവുമോ? അല്ലെങ്കിൽ അല്ല, അത് ഒരുപക്ഷെ നിങ്ങൾ അറിയാമായിരിക്കും, രേവതി ലോളിൻ്റെ ഒരു പുസ്തകം, ഈ ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട, സാധാരണ നമ്മൾ ഈ കലാപത്തിൻ്റെ ഇരകളുടെ വെർഷനാണ് പൊതുവിൽ കലാപങ്ങളിൽ നിന്ന് നമ്മൾ പിന്നീട് വായിക്കാൻ, അല്ലെങ്കിൽ അത്തരം പുസ്തകങ്ങളാണ് ഉണ്ടായി വരുന്നത്. രേവതി ലോളിൻ്റെ വെറുപ്പിൻ്റെ ശരീരശാസ്ത്രം എന്ന് പറഞ്ഞ് മലയാളത്തിൽ അത് ചിന്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഇതിൽ പ്രതിയാക്കപ്പെട്ട കുറച്ച് പേരുണ്ട്, ഒരു 3-4 പ്രതിയാക്കപ്പെട്ടവരല്ല, പ്രതികൾ, ആ കലാപത്തിലെ പ്രതികൾ. അവരെങ്ങനെയാണ്, അവർ സാധാരണ മനുഷ്യരായിരുന്നു. അതിൽ ട്രൈബ്സ് ഉണ്ട്, ഒരു എഞ്ചിനീയർ ഉണ്ട്, ഇങ്ങനെ വളരെ മാന്യമായിട്ട് സമൂഹത്തിൽ ജീവിച്ചിരുന്ന കുറേ പേരാണ്. ഇവർ നിരന്തരമായ ഈ പ്രൊപ്പഗണ്ട കൊണ്ടും പലതരത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ഈ ആശയങ്ങൾ കടന്നു വന്നതുകൊണ്ടും പെട്ടെന്നല്ല ഇവർ ആയുധം എടുത്തത്. അതിന് ദശാബ്ദങ്ങളുടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടായിരുന്നു. അത് ഈ കൾച്ചറിനകത്ത് കയറിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ അവസാനമാണ് നമ്മൾ ഈ കാണുന്ന ഇയാൾ പെട്രോളുമായിട്ട് നിൽക്കുന്നത്. അയാളൊന്നും ഒരിക്കലും ഒരു വർഗീയവാദികളെ ആൾക്കാരല്ല അവർ, അല്ലെങ്കിൽ ഒരു അതിക്രമികളല്ല. അതിനു മുമ്പ് ഒരു കേസ് അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു സന്ദർഭം ഒത്തു വന്നപ്പോൾ ഇവരുടെ അതുവരെ സമാഹരിച്ച വെറുപ്പും വിദ്വേഷവും എല്ലാം കൂടെ ഒറ്റ നിമിഷത്തിൽ അവർ ഒരു ഗ്യാസ് കുറ്റിയായിട്ട് അവരെ അയൽവക്കത്തുള്ളവരെ കൊല്ലാനും, 18-19 വയസ്സുള്ള പിള്ളേർ അവർ അതുവരെ ചേച്ചി എന്ന് വിളിച്ചിരുന്ന ആൻറ്റി എന്ന് വിളിച്ചവരെ റേപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന തരം മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് ഈ വർഗീയത വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ ഏത് റൂട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു ചെയ്യേണ്ട കാര്യമാണ്. ഇതൊരു ഒരു ലൈനിൽ എഴുതി അവസാനിപ്പിക്കാവുന്ന പരിഹാരം ഇതിനില്ല. അത് നമ്മൾ വലിയൊരു പ്രതിരോധം ഉണ്ടാക്കിയെടുക്കുകയും അതിന് മേലേക്ക് ഇവർ ഈ നമ്മുടെ പാരമ്പര്യം ഇതല്ല എന്ന് നമ്മൾ തലമുറയെ മനസ്സിലാക്കിക്കൊണ്ടേ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളത്, വിളിച്ചു കൊണ്ടിരിക്കണം എന്നാണ്. ഇന്നത്തെ ഇന്ത്യയിൽ സത്യം പറയുക എന്നുള്ളത് വളരെ ക്ലേശകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അതിനൊരുപാട് ത്യാഗം സഹിക്കേണ്ടി വരും. പക്ഷെ നുണ പറയാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല ഈ നുണ കേൾക്കാനാണ് ആളുകൾക്ക് വലിയ താല്പര്യം. എന്തൊരു ഗതികെട്ട കാലമാണ് അത്. ഞാൻ അടുത്തിടെ വായിച്ചൊരു സംഗതിയാണ്. അതായത് നമ്മുടെ
നമ്മൾ ആശയം, നമുക്ക് ആൾറെഡി ചില ഊഹങ്ങളൊക്കെ, നമുക്ക് ചില തീരുമാനങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ. നമുക്കൊരു പുതിയ ആശയത്തിനെ സ്വീകരിക്കാൻ നമുക്ക് ആൾറെഡി ഉള്ള ഈ തീരുമാനങ്ങൾ ആണ് തടസ്സം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സൗകര്യപ്രദമായ ആശയങ്ങൾ മാത്രം കേൾക്കാൻ തുടങ്ങും. ആ രീതിക്കാണ് നമ്മുടെ അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സൈക്കോളജിക്കൽ അതായത് നമ്മുടെ അൽഗോരിതം മീൻസ് ഈ സോഷ്യൽ മീഡിയ അൽഗോരിതം അങ്ങനെയാണ്. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ ആശയം, അതിനനുസരിച്ചുള്ള സംഗതികൾ മാത്രമേ നിങ്ങൾ കേൾക്കൂ. ഇനി മറ്റൊന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേജ് ബെയ്റ്റ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ട്. അതായത് നിങ്ങൾക്ക് ദേഷ്യം വരും. അതങ്ങനെയല്ല, ഇതിൻ്റെ ബയോളജിക്കലായിട്ട് കാരണമുണ്ട്. ഞാൻ അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച സംഗതി. ബയോളജിക്കൽ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി ഉള്ള നമ്മുടെ മനസ്സ്, ബ്രെയിൻ സ്വീകരിച്ചു വെച്ചിട്ടുള്ള ഒരു ആശയത്തിനെ മാറ്റി ഒന്ന് പുനഃപ്രതിഷ്ഠിക്കണമെങ്കിൽ, അതിനെ ഒന്ന് മൊത്തം റീകൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച്, ബ്രെയിനിനെ സംബന്ധിച്ച് ഭയങ്കര എനർജി ചിലവുണ്ട്. ഒരുപാട് ചിന്തിക്കേണ്ടി വരും, ടയേർഡാവും. അപ്പം ആൾറെഡി മനുഷ്യൻ്റെ സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് ഇഷ്ടം. ഇതിനൊന്നും നമ്മൾ തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഐൻസ്റ്റീനെ പോലെയൊക്കെ ആവുമല്ലോ. അപ്പം ഈ സംഗതി ഇത്രയാണ് അതിൻ്റെ ബയോളജിക്കലായിട്ടുള്ള ബയോളജി. അതാണ് സാധനം. ഇതിന് തയ്യാറല്ല, ഇത്ര എനർജി ചിലവാക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് എന്താണ് ഏറ്റവും എളുപ്പമുള്ള സംഗതികൾ? ഈ ഏറ്റവും എളുപ്പമുള്ള സംഗതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന മതം. ഈ മതം നമുക്ക് ഇങ്ങനെ സംഗതി ഇനി കിട്ടുകയാണ് ഫ്രീ ആയിട്ട്. മതം, രാജ്യം, ഈ പറഞ്ഞ ദേശം, ഈ പറഞ്ഞ സംഗതികളെല്ലാം, ഭാഷ. അപ്പം ഇതിലൊക്കെ നമ്മൾ മൗലികവാദിയായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ അടിസ്ഥാനപരമായി കംഫർട്ടായിട്ടുള്ള സംഗതി. ഇതിനെ പൊളിക്കുക എന്നുള്ളത് വളരെ എഫർട്ട് എടുത്ത്, വളരെ പഠിച്ച്, ഒരുപാട് സ്വയം തർക്കിച്ച്, മറ്റുള്ളവരോട് തർക്കിച്ച്. കാരണം നമ്മൾ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ മതത്തിൽ തർക്കിക്കുക, ദൈവത്തിൽ തർക്കിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അമ്മയോടും അച്ഛനോടാണ് തർക്കിക്കേണ്ടത്. അവർ തന്ന സാധനമാണ്. അപ്പോൾ ഫസ്റ്റ് അവരോട് തന്നെ തർക്കിച്ച്, പിന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി. അതൊരു വലിയ ഫൈറ്റാണ്. ഈ ഫൈറ്റിന് നോർമലി മനുഷ്യർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ കൺസർവേറ്റീവ് ആയിട്ടുള്ള സംഗതികളിൽ മനുഷ്യൻ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതിനെ പൊളിച്ചുകൊണ്ടാണ് ലോകം മുമ്പോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായും അത് വലിയൊരു സമൂഹം ഇങ്ങനെ വന്നിട്ട് ഒരുമിച്ച് ഈ ആശയത്തിനെ പൊളിക്കുക അങ്ങനെയൊന്നുമല്ല. ചില സിംഗിൾ മനുഷ്യർ, ഒറ്റയ്ക്കുള്ള മനുഷ്യർ വന്നിട്ടും നോക്കിയാൽ മതി. ഈ മനുഷ്യ ചരിത്രത്തിലെ ഓരോ ഘട്ടങ്ങളോട് നോക്കിയാലും അങ്ങനെ ഓരോ മനുഷ്യർ വന്നിട്ട് അതിനെ പൊളിച്ച് അടുത്ത സാധനം വയ്ക്കും. കേരളത്തിൽ നോക്കി, ശ്രീനാരായണ ഗുരു സിമ്പിളായിട്ടൊരു സംഗതി പൊളിച്ചു. ഒരു കല്ലെടുത്ത് ഇങ്ങനെ വെച്ചിട്ട് അത് ശിവനാണെന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ. അതുവഴി ഒരുപാട് പൊളിപ്പ് നടന്നു. അതായത് അത് മതത്തിനെ പൊളിച്ചു, പൗരോഹിത്യത്തിനെ പൊളിച്ചു, ബ്രാഹ്മണ്യത്തിനെ പൊളിച്ചു, ഈവൻ മറ്റേ ശിവനെ ഉണ്ടാക്കാൻ വേണമെന്ന് പറഞ്ഞ കല്ലിനെ വരെ പൊളിച്ചു. പുതിയ കല്ല്, വെറും ഒരു കല്ലെടുത്ത് വെച്ച് ശിവനെ. ഇത് പുറകോട്ട് നോക്കിയാൽ പിന്നെ അറിയാം, കാൾ മാർക്സ് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ സോക്രട്ടീസ് ചെയ്തു, അങ്ങനെ ഈ ബുദ്ധൻ ചെയ്തു. അതുവരെയുള്ള മതസമ്പ്രദായത്തെ പൊളിച്ചടുക്കി. ഇങ്ങനെ ഓരോ ചരിത്രത്തിൽ നോക്കി ഇത് ഒരു മനുഷ്യനുണ്ടാക്കി. പിന്നീട് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ അത് മതമായി മാറും. അത് മതമായിട്ട് മാറുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ അതിലെ ഒരു കൺസർവേറ്റീവായിട്ട് മാറും. അപ്പം വീണ്ടും പ്രക്രിയയായിട്ട് ഇതിങ്ങനെ വരുന്നു. സമയം തന്നെ ഈ പൊളിച്ചെടുക്കലുകളും വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യൻ മുമ്പോട്ട് നോക്കി സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. അത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് ഉറച്ചു നിൽക്കുന്നില്ല. ഇതാണ് എനിക്ക് ഈ കാലഘട്ടത്തെക്കുറിച്ചും ഉള്ള പ്രതീക്ഷ. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഈ കാലവും കടന്നു പോകും എന്ന് പറയാറുണ്ടല്ലോ. അതങ്ങനെ കടന്നു പോയല്ലേ പറ്റുള്ളൂ. തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയാണ്. ഒരുപക്ഷെ അതാണ് അതിൻ്റെ ആൻസർ. ഈ കാലങ്ങളും കടന്നു പോകും എന്നുള്ളതാണ്. ഈ നൂറ്റാണ്ടിൽ ഇപ്പോൾ കാൽനൂറ്റാണ്ടായി, 21 കാൽനൂറ്റാണ്ടായി. ഈ കാൽനൂറ്റാണ്ട് കാലത്തെ കേരളത്തിൻ്റെ മാറ്റം വിശേഷിച്ച് എങ്ങനെയാണ് നോക്കിക്കാണത്? നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിലുണ്ടായ മാറ്റം, വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, ഇനി പുതിയ കാലത്തിലേക്ക് വന്നാൽ സോഷ്യൽ മീഡിയ, AI, ജെൻസി, അങ്ങനെ മാറ്റങ്ങളുടെ ഒരു പെരുമഴക്കാലം എന്നോ മഹാപ്രളയം എന്നൊക്കെ പറയാവുന്നവ സംഭവിച്ചിട്ടുള്ള ഒരു കാലയളവാണ്. എങ്ങനെയാണ് ഈ മാറ്റങ്ങളെ? അതൊരു കറക്റ്റ് ഡിവൈഡാണ്. കാര്യം എൻ്റെ പ്രായം നോക്കുകയാണെങ്കിൽ അതിന് പുറകിൽ, അതായത് ഈ 2000-ന് പുറകിലും 24-25 വർഷം ജീവിച്ചു. അതിനുശേഷവും ഈ പറഞ്ഞ 25 വർഷം. അപ്പം നമ്മൾ ആ കൃത്യമായൊരു പോയിന്റിൽ ആയിരിക്കും ജനിച്ചതും ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം അതിനുശേഷം വരുന്ന ഡിബേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെ. ഒരു 2000-ന് ശേഷം പെട്ടെന്നാണ്
വളരെ ഫാസ്റ്റായിട്ടും ലോകക്രമം മാറുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇപ്പം എനിക്ക് മുന്നേ, ഞാൻ കുട്ടിയായിരുന്നപ്പോഴത്തേക്ക് എനിക്ക് മുന്നേ 2 തലമുറയേ ഉള്ളൂ. എൻ്റെ അച്ഛൻ അല്ലെ അമ്മ അല്ലെ അവരുടെ മാതാപിതാക്കൾ. എന്നാൽ ഇപ്പോൾ എൻ്റെ മകൾക്ക് 14 വയസ്സ്. അത് ജെൻസിയിലുള്ളതാണ്. അതിനുശേഷം 2 തലമുറകൾ വന്നു. അതിനുശേഷം ഒന്നും കൂടെ വന്നു, ജെൻ ആൽഫ വന്നു. അതിനുശേഷം എൻ്റെ തലമുറയുണ്ട്, എൻ്റെ അമ്മയുടെ തലമുറയുണ്ട്, അതിനും പിറകിലുള്ള തലമുറ. അതായത് ഇപ്പോൾ ഇരിക്കുന്ന കുട്ടിക്ക് അപ്പുറവും ഇപ്പുറവും 3ഉം 4ഉം തലമുറകളുണ്ട്. അതായത് അത് നമ്മുടെ ഈ ഫാസ്റ്റായിട്ടുള്ള ലോകം, ഈ ജനറേഷൻ മാറുന്നതിൻ്റെ സംഗതി. അതായത് അവിടെ വെച്ച് ഭാഷ മാറുന്നു, ഫുഡ് ഹാബിറ്റ്സ് മാറുന്നു, ആസ്വാദനം മാറുന്നു, എല്ലാം മാറുന്നു. അത് കൂട്ടത്തിൽ ചോദിക്കട്ടെ, പിന്നെ ജൻസിക്കാരായിട്ടുള്ള മക്കളുടെ അച്ഛൻ എന്ന നിലയിൽ ഇവരുടെ ഭാഷ മനസ്സിലാവാത്ത പ്രശ്നമൊക്കെ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ? അല്ല, അത് സംഗതി എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി നമ്മുടെ ഭാഷ ട്രെയിനിലാണ് സംസാരിക്കുന്നത്. അവരുടെ ലോകത്തിറങ്ങിയാൽ നമുക്കൊന്നും പിടികിട്ടത്തില്ല. ഈ ജെൻസിയും ജെൻ ആൽഫയായിട്ട് പോലും വലിയ വ്യത്യാസമാണ്. അവർക്ക് തന്നെ തമ്മിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം. ഈ റിലേഷൻസ് മാറി, ഈ പറഞ്ഞ റിലേഷൻസ് മാറി. ബന്ധങ്ങളെന്ന് പറഞ്ഞത് നമുക്ക് 2-3 ടൈപ്പ് ബന്ധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ആൺ പെൺ റിലേഷൻസിൽ ഒരുപാട് ടൈപ്പ് ഓഫ് റിലേഷൻസ് വന്നു. നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത തരം അതിൻ്റെതായ ഇമോഷണലായിട്ടുള്ള സംഗതികൾ വന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സൈഡ്. അപ്പോൾ ഒരു റൈറ്റർ എന്നുള്ള നിലയ്ക്കോ ആ നിലയ്ക്കൊക്കെ അതൊക്കെ എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ വന്ന ഈ ഫാസ്റ്റായിട്ട് വന്ന ഡെവലപ്മെൻറ്റ്, അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അറിയാം, ഒരു കഴിഞ്ഞ ഈ ഒരു നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു പ്രസൻറ്റ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് വളരെ ഫാസ്റ്റാണ്. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം ഫാസ്റ്റാണ് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്. ഞാനൊക്കെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ പവർ കട്ട് അനുഭവിക്കുന്ന, ഇപ്പം വ്യാപകമായി പരസ്യം കാണുന്നുണ്ട്, ട്രോള് കാണുന്നുണ്ട്. ഇത് പക്ഷേ അറിഞ്ഞൂടാ അവർക്ക്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും പുതിയ ജനറേഷൻ്റെ വോട്ടൊന്നും കിട്ടുമെന്ന് വിചാരിക്കരുത്. കാര്യം അവർക്ക് പവർ കട്ടുള്ളതായിട്ടേ അറിഞ്ഞൂടാ. പവർ കട്ട് മാറിയ ആളിൻ്റെ വോട്ടേ കിട്ടുള്ളൂ. അപ്പം ഇവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ലല്ലോ. അപ്പം അതൊന്ന്. പിന്നെ നല്ല റോഡിൽ കൂടെ അവര് സഞ്ചരിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ് അല്ലാത്ത റോഡിൽ സഞ്ചരിച്ച് വളരെ കുറവാണ്. അവരോട് പറയുന്നത് പണ്ട് ഇവിടെ കട്ടറായിരുന്നു അല്ലെങ്കിൽ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാനെന്തിനും അറിയണമെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് നമ്മൾ 100 വർഷം മുമ്പ്, അല്ലെങ്കിൽ ജാതിയുടെ ഒരു അയിത്തം ഉണ്ടല്ലോ, അയിത്തത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ അതില്ലല്ലോ എന്ന് പറയുന്ന തലമുറ ഉണ്ടല്ലോ. ഇതുപോലെയാണ് ജെൻസി പവർ കട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റോഡിനെ കുറിച്ചോ പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന, ഞാൻ എൻ്റെ മക്കളെ, എൻ്റെ മകൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചു, മകളെ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ് ചേർത്തത്. കാരണം മകൻ പഠിക്കുന്നത്, അവൻ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കുട്ടി. അപ്പോൾ നിങ്ങൾക്കറിയാം ഏത് കാലഘട്ടത്തിലാണ് സ്കൂൾ പഠിച്ചത്. അപ്പോൾ അന്ന് എനിക്ക് ധൈര്യമായിട്ട് സ്കൂളിൽ കൊണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കണമായിരുന്നു, കേരളത്തിലെ സ്കൂളിൽ ചേർക്കണം. പക്ഷെ ചേർക്കാതെ ഞാൻ KVയിൽ ചേർത്തതാണ്. ഇപ്പം മകളെ സംബന്ധിച്ച് എനിക്ക് ധൈര്യമായിട്ട് സ്കൂളിൽ ചേർക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അതിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. കാരണം അടിമുടി മാറി എന്ന് തന്നെ പ്രയോഗിക്കാവുന്ന. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയാം. അതുപോലെ എന്താ പറയുന്ന, ഈ എൻ്റയർലി ഈ മാറ്റം അല്ലെങ്കിൽ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ വന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൽ വന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെർഷറി സേവന മേഖലകളിൽ വന്ന മാറ്റം, ഇതൊക്കെ കൂടെ ചേർന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ നിലനിർത്തുന്നത്. അതിൻ്റെ ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മുകളിൽ നിന്ന് മാത്രമേ, അല്ലെങ്കിൽ ഇത്രയും എക്കണോമിക് ബാക്കപ്പ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്ക് ഉയർന്ന തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം നടപ്പിലാക്കാൻ പറ്റും. കഴിഞ്ഞ ഒരു 8-10 വർഷത്തിനകത്ത് കേരളത്തിൽ ഒരുപാട് നോബൽ ലോററ്റ്സ് വന്നു. നോബൽ പ്രൈസ് കിട്ടിയ ഒരുപാട് പേര്. എന്നെപ്പോലുള്ള റൈറ്റർക്ക് ഒരു നോബൽ ലോററ്റ്, ബൂക്കർ പ്രൈസ് കിട്ടിയ ആളിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് സംസാരിക്കാനും, രാത്രി കുറേ നേരം സംസാരിക്കാനും തമാശ പറയാനുമുള്ള അവസരം നമുക്ക് മലയാളത്തിലെ റൈറ്റേഴ്സിനും വായനക്കാർക്കും പൊതുസമൂഹത്തിനും കിട്ടിയെന്നുള്ളത് ആലോചിച്ച് പോകും. ഇതിപ്പം ജയ്പൂർ ലിറ്ററേച്ചർ പോലെ ഫെസ്റ്റിവൽ പോലെ നടക്കുന്നുണ്ട്. അതൊരു ലിമിറ്റഡ് സർക്കിളിനകത്ത് നടക്കുന്നു. മലയാളി ഏറ്റെടുത്ത് നടക്കുന്ന അങ്ങനെയല്ല. ഇപ്പം കോഴിക്കോട് നടക്കുന്ന KLF ആയിക്കോട്ടെ, ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, സാഹിത്യ അക്കാദമി നടത്തുന്ന ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, മനോരമ നടന്ന ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ ജനകീയമാണ്, ഒരാഘോഷം. അതിനപ്പുറം ഒരു സംഗതിയാണ് നമ്മുടെ കേരളത്തിലെ നിയമസഭ ചെയ്തത്. അത് ആലോചിച്ച് നോക്കും. ലോകത്തിലെ ഒരു ഭരണസിരാ കേന്ദ്രവും ഇങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു പൊതുജനങ്ങൾ തുറന്നു കൊടുത്തിട്ടില്ല. അവിടെ കയറണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, അല്ലാത്ത സമയത്ത് ഇതിനകത്ത് കയറണമെങ്കിൽ പാസ് എടുത്ത് കയറണം. ഭയങ്കര റെസ്ട്രിക്ഷൻ ഉള്ള സെക്യൂരിറ്റി സോണാണ്.
അതിനെങ്ങനെ ഓപ്പണായിട്ട് തുറന്നിട്ട് കൊടുക്കുന്നു, ആൾക്കാർ അവിടെ കയറുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടും, തെയ്യം കാണുന്നു, പ്രസംഗം കേൾക്കുന്നു. പിന്നെ ഈ മനുഷ്യരുടെ എല്ലാം സ്വന്തമാണെന്നൊരു തോന്നൽ വരുന്നു. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന നിയമസഭ അങ്ങനെ നിങ്ങൾക്ക് അക്സസിബിൾ ആണെന്ന് ചിന്തിച്ചാൽ മതി. അങ്ങനെ ഒരു 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 കൾച്ചറൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇവിടെ ആ ജനാധിപത്യം, ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ ഒരു ഉയർന്ന തലമാണത്. നമുക്ക് ഈ മന്ത്രിമാരല്ലെങ്കിൽ മുഖ്യമന്ത്രി, സ്പീക്കർ ഉൾപ്പെടെ ഉള്ളവർ നമ്മളൊരാളിനപ്പുറം നമുക്ക് തോന്നുന്നില്ല ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ. അതാണ് ജനാധിപത്യത്തിൻ്റെ ഉയർന്ന തലം. ഈ ഉയർന്ന തലം സാധ്യമാകണമെങ്കിൽ തന്നെ, എനിക്ക് രസകരമായിട്ട് തോന്നിയൊരു കാര്യം, ഇങ്ങനെ വല്ലപ്പോഴൊക്കെ തുറന്നു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കണം എന്താ അറിയാമോ? നമ്മുടെ ജനങ്ങൾ വലിയ വിപ്ലവമായിട്ട് വരും. അവർക്കിത് ഭയങ്കര കൗതുകമായിട്ട് തോന്നും. അവർ കൗതുകമായിട്ട് തോന്നുമ്പോൾ എന്ത്, ഇതിനകത്ത് കയറി അടിച്ചു തകർക്കും. അല്ലാത്ത അതിന്റെ സ്വിമ്മിംഗ് പൂളിൽ കയറി കുളിക്കും. നമ്മള് ശ്രീലങ്കയിൽ അത് കണ്ടു, ഭൂട്ടാനിൽ കണ്ടു, ബംഗ്ലാദേശിൽ കണ്ടു, ഭൂട്ടാനിലല്ല, നേപ്പാളിൽ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് നമ്മുടേതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമുക്ക് സ്ഥിരം പരിചയമുള്ള സ്ഥലമാണ്, നമ്മൾ കയറിയിട്ടുള്ള സ്ഥലമാണ്, നമ്മളിവിടെ ആക്രമിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല. അത് ജനാധിപത്യത്തിന്റെ വലിയൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ കേരളം ഈ ഒരു സാംസ്കാരിക മേഖലയിൽ ചെയ്ത ഏറ്റവും വലിയൊരു സംഗതിയാണ് ഈ നിയമസഭയിൽ നടക്കുന്ന ഈ പുസ്തകമേള. അത് വലിയ വലിയ റൈറ്റേഴ്സും വലിയ ചിന്തകരും ഒക്കെ വരുന്നു എന്നതിനപ്പുറം അതൊരു പക്ഷേ അവരെ നമുക്ക് മറ്റു ഫെസ്റ്റിവലുകളിലും പോയി കാണാൻ പറ്റും. പക്ഷേ ഈ സ്ഥലം തുറന്നു കൊടുക്കുന്നുള്ളത് അത് സാധാരണ ഒരു തീരുമാനത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ സംസ്ഥാനങ്ങളിൽ എവിടെയും സംസ്ഥാനങ്ങളിലല്ല, ഏതെങ്കിലും രാജ്യത്ത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു സംഗതി സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ആ സ്പീക്കറിനെ ഉൾപ്പെടെ അത് തീരുമാനം എടുത്തവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഒരു കൾച്ചറൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞത് വളരെ വളരെ വലിയൊരു സംഗതിയാണ്. ഞാൻ ആക്ച്വലി ഈ മകളുടെ കാര്യം പറഞ്ഞല്ലോ. അവളെ നെടുമങ്ങാട് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഞാനതിൻ്റെ SMCയുടെ ഒരു ഭാഗമാണ്, സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് അതിനകത്ത് കയറി ഇടപെടാൻ പറ്റുന്നു. ഇതിലെല്ലാം ഉപരി നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ, അതായത് മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഇവരെല്ലാം വിദ്യാഭ്യാസത്തിൽ അവർക്കൊരു നോട്ടമുണ്ട്. അവരൊരു പ്രധാനപ്പെട്ട അജണ്ട കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസമാണ്. ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സീരിയസ് ആയിട്ട് എടുക്കുന്നു, ഗവൺമെൻറ് സീരിയസ് ആയിട്ട് എടുക്കുന്നു, പ്രാദേശിക ഗവൺമെൻറ്റുകൾ, നഗരസഭകൾ, ഇവരെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുന്നു. അവരെ സംബന്ധിച്ച് ഒരു സ്കൂളിനൊരു കെട്ടിടം പണിതു, അല്ലെങ്കിൽ സ്കൂളിൽ ഇന്ന ഒരു ഉത്സവം നടത്തി, അല്ലെങ്കിൽ സ്കൂളിന് കുറേ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വളരെ അഭിമാനകരമായ സംഗതിയായിട്ടാണ് വയ്ക്കുന്നത്. വളരെ ചാരിതാർത്ഥ്യം നമ്മുടെ ജനപ്രതിനിധികൾ അതിനെ കാണുന്നത്. ഇതിൻ്റെ മാറ്റം നമ്മുടെ ഇതിനകത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ മറ്റൊരു സംസ്ഥാനത്ത് ഒരു മനുഷ്യൻ ഒരു സ്കൂളുണ്ടാക്കി, ആ സ്കൂളിനെ അവിടുത്തെ പ്രാദേശിക ഭരണകൂടം വന്ന് തകർത്തു. ഈ സ്കൂൾ ആലോചിച്ച് നോക്കൂ. അയാളുടെ പണം മുടക്കി, ആ നാട്ടുകാരുടെ സ്നേഹം കൊണ്ട് സ്കൂളുണ്ടാക്കി കൊടുത്തതാണ് ദളിത് വിദ്യാർത്ഥികൾ പഠിക്കാൻ. അപ്പോൾ ഞങ്ങളുടെ ചോദിക്കാതെ ഇത് ഉണ്ടാക്കി എന്തിനെന്ന് ചോദിച്ചിട്ട് തകർത്ത നാടുണ്ട്. ഇവിടെ ഒരു പൊതുസമൂഹം അതിനെ കെയർ ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലൊക്കെ നടക്കുന്ന ഉത്സവങ്ങൾ നോക്കിയാൽ, ഈ പഠനോത്സവം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പൊതുസമൂഹം ഇത് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ കുട്ടികളുടേതാണ്, ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ നെടുമങ്ങാട് MLA ആണ് നമ്മുടെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ സാർ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ സ്കൂളുകൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന സംഗതിയാണ്. അത് നോക്കും. മാത്രമല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ കുട്ടികൾ, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മുഖപരിചയമുള്ള ആൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അവർക്ക് അവരുടെ സ്വന്തം ഒരാളിനെ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ഞാൻ എക്സാഗറേറ്റ് ചെയ്യുന്നതൊന്നുമല്ല. അവർക്ക് അവരുടെ സ്വന്തം ഒരാളിനെ പോലെ ഫീൽ ചെയ്യുന്നു. നമ്മളെന്തോ അദ്ദേഹത്തോട് എൻ്റെ മകളൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തോട് പറയും, നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്താൽ എനിക്ക് പോയി പറയാൻ ഒരാളുണ്ടെന്ന്. അത് ശിവൻകുട്ടി അപ്പൂപ്പനെന്നോ ശിവൻകുട്ടി മാമനെന്നോ മന്ത്രിയെന്നോ അവർ പറയുന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു ഫീല് കുട്ടികൾക്കുണ്ട്, എൻ്റെ മകൾക്കുൾപ്പെടെ ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഒരു വലിയൊരു വിജയമാണ്, ജനകീയതയാണ്. മാത്രമല്ല ഈ സ്കൂളുകളിലൊന്നും ഒന്നും മുടങ്ങിയിട്ടില്ല. ഞാൻ ഈ മുമ്പുള്ള ഗവൺമെൻറ്റുകളെയൊന്നും
കുറ്റം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അത്തരം ഒരു സ്ഥലത്തല്ല ഞാൻ ഇരിക്കുന്നത്, അതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഈ 10 വർഷക്കാലം ഇപ്പോഴേ ഈ അടുത്ത വർഷത്തെ പുസ്തകം ഇപ്പോഴേ കൊടുത്തെന്ന് പറയുന്നത്. അപ്പം എന്താ പറയുന്നത്, അത് തലമുറയെ ഒരു പക്ഷേ വരുന്ന തലമുറ കുറേ കൂടി ഉയർന്ന തരത്തിലേക്ക് പോകാൻ ഈ ഒരു നിലവിലുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസം അവർക്ക് സഹായകമാകും. അതിനങ്ങനെ തുടരേണ്ടതുണ്ട്. അതുപോലെ അതിന് ആ തുടർച്ച വേണം. സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്ന പോലെ ഈ റോഡ് അക്സസിബിലിറ്റി തുടങ്ങി സകലതിലും ഇതിൻ്റെയൊക്കെ അതൊരു കുറേ കാലം ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ നമുക്കൊരു ലോകത്തിൽ ഇപ്പം തന്നെ പല തീർച്ചയായിട്ടും നമുക്ക് വിസിബിളാണ്. ഞങ്ങളുടെ നാട്ടിലെ നമ്മുടെ താലൂക്കിലൊക്കെ അത് വിസിബിളാണ്, റോഡിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും. അപ്പം നമ്മൾ പല സൂചികകളിലും ലോകത്തിൽ ഒപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ്. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസമാണ് എൻ്റെ അടിസ്ഥാനപരമായ സംഗതി. അപ്പം അതുൾപ്പെടെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു തുടർച്ച കിട്ടിയാൽ അത് നമുക്കൊരു പക്ഷേ എല്ലാ കാര്യത്തിലും ഈ പറഞ്ഞ സയൻറ്റിഫിക് ആയിട്ടുള്ള ഗവേഷണങ്ങൾ, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സംഗതികൾ വന്നല്ലോ. അപ്പോൾ ഇത്തരം വലിയ തരം ഗവേഷണ തലത്തിലേക്ക് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത ലെവലുകൾ അത്തരം ഗവേഷണങ്ങളാണ്. അത്തരം ഒരു ലെവലിലേക്ക് നമ്മുടെ സ്റ്റേറ്റിനെ എത്തിക്കാൻ പറ്റും. അതിനുള്ളൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇപ്പം നിലവിൽ സംഗതികൾ നടന്നു വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ച കാണേണ്ടതുണ്ട് തുടർച്ച വരേണ്ടതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു എന്താ പറയുന്ന ഒരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സംബന്ധമായ എൻ്റെ ഒരു അഭിപ്രായം അല്ല അത്. തിരഞ്ഞെടുപ്പിൽ എന്താ പറയുന്ന അത്തരം ഒരു മിനിമലൈസ് ചെയ്തുകൊണ്ടുള്ള അഭിപ്രായമല്ല. ഈ ഒരു വികസനത്തിനും ഈ ഒരു തുടർച്ച എല്ലായിടത്തും വേണം. അതിനൊപ്പം ഈ തുടർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കെട്ടിയിറക്കുന്ന പലതരം ഭീഷണികളെ ആലോചിച്ച് ഈ ഭീഷണികൾ സീരിയസ് ആയിട്ട് ഈ സമൂഹത്തിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഇത് ചിന്ന ഭിന്നമായി പോകും. ഈ സമൂഹം മനുഷ്യർ ഇങ്ങനെ പരസ്പരം നോക്കുന്നതിന് പകരം പിച്ചാത്തി എടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കടാര എടുത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അത് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഈ ഒരു സംഗതികൾ തുടർന്നു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ കേരളത്തിലെ സ്കൂളുകൾ മാത്രമല്ല കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും യാത്ര ചെയ്തിട്ടുണ്ട്. അത് ചില വളരെ കുഗ്രാമങ്ങളിലേക്ക് പോയി താമസിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് 2 സ്ഥലങ്ങൾ ഞാൻ പറയാം. ഒന്ന് ആസാമിലെ ഒരു ചെറിയ ഗ്രാമം, എൻ്റെ കയ്യിലിപ്പോഴും അതിൻ്റെ ഫോട്ടോസുണ്ട്. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് സലവില എന്നാണ്. ആ പേരിൽ ഞാൻ ഒരു കഥയും എഴുതിയിട്ടുണ്ട്. ആ ഗ്രാമത്തിൽ ചെന്നു. രാവിലെ ഞങ്ങൾ എല്ലാം കൂടെ അതിരാവിലെ, ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലാണ്. അപ്പോൾ അതിരാവിലെ ഞങ്ങൾ നടക്കാനിറങ്ങി. പിന്നെ കുറേ ദൂരം നടന്നു തിരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു സ്കൂള് കണ്ടു. ഈ സ്കൂളെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മുറിയുള്ളതാണ്. അവിടെ ഏകദേശം 5 വയസ്സ് മുതൽ 12-14 വയസ്സ് വരെയുള്ള കുട്ടികൾ ഉണ്ട്. എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു സെറ്റപ്പാണ് അവിടെ കണ്ടത്. അത് ഒരു ടീച്ചർ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളവിടെ ചെന്ന് അവരുടെ ഒരു നല്ല ലൊക്കേഷനാണ്. നമ്മളൊരു 40 വർഷം മുമ്പുള്ള കേരളം പോലെ ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ. ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്ന എൻ്റെ അടുത്താണ് ഈ സ്കൂളെന്ന് പറയുന്ന കെട്ടിടം. അപ്പം ഈ ടീച്ചർ ഭാഗ്യത്തിന് അന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ മുട്ടായിക്ക് വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്തു. 10-50 കുട്ടികളേ ഉള്ളൂ. ടീച്ചർ അന്നുണ്ട്. ആക്ച്വലി ടീച്ചർ എല്ലാ ദിവസവും വരെയൊന്നുമില്ല. ടീച്ചർ നമ്മുടെ ഈ പഴയ എന്താ പറയുക ഏകാധ്യാപക വിദ്യാലയം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. അത്രയും റിമോട്ടുള്ള സ്ഥലമാണ്. അതാണ് ആ ഒരവസ്ഥ. ഇത് ആസാമിലെ ഈ പറഞ്ഞ ന്യൂ ബൊങ്കൈഗോൺ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് കുറേ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉള്ള ഒരു ചെറിയ ഗ്രാമമാണ് സലവില. അവിടുത്തെ കഥയാണ്. ഇതേപോലെ UP-യിൽ നമുക്കറിയാം, ഈ അലഹബാദിനടുത്ത് ആ ഗ്രാമത്തിൻ്റെ പേര് കുർക്കുറാട്ടെ എന്നാണ്. നല്ല ഭംഗിയുള്ള പേരുള്ള സ്ഥലമാണ്. അവിടെയും ഒരു സ്കൂൾ ഉണ്ട്. അതിൻ്റെ ഫോട്ടോയും എൻ്റെ കയ്യിലുണ്ട്. അവിടെയും ഇതുപോലെ രാവിലെ നാട്ടിൻപുറത്ത് നടക്കാനിറങ്ങുമ്പോൾ അതിൻ്റെ രസങ്ങളൊക്കെ ഉണ്ട്. അവിടെ കാർഷിക ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴും ഇതുപോലെ സ്കൂളുണ്ട്. വെയിലത്ത് ഒരു സ്കൂള്, മതിലൊന്നും ഇല്ലാതെ ഒരു 5-6 മുറിയുള്ള ഒരു സ്കൂളും വളരെ പാവപ്പെട്ട കുറച്ച് കുട്ടികളും 1-2 അധ്യാപകരും. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുത്തോട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. ആസാമിലാണെങ്കിൽ അവർ ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഫോട്ടോ എടുക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഇവർക്ക് തോന്നി ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെയാണ് ആ സ്കൂളുകളുടെ അവസ്ഥ. അതേ സ്ഥാനത്ത് കേരളത്തിലെ ഏത് കുഗ്രാമത്തിൽ ചെന്നാലും അവിടെ ഒരു പൊതുസ്ഥലമുണ്ട്, ഒരു പൊതു പള്ളിക്കൂടം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. അത് പെട്ടെന്ന്
ഉണ്ടായതല്ല. നമുക്കൊരു എടുത്ത് നോക്കിയാൽ അറിയാം. മുമ്പ് ഓടിട്ട കെട്ടിടങ്ങളൊക്കെ മാറി ഇപ്പം നമ്മൾ ഇത്രയും ശ്രദ്ധ കൊടുക്കുന്നത് കൊണ്ട്, ഗവൺമെൻറ് കൊടുക്കുന്നത് കൊണ്ടും നമ്മുടെ ജനപ്രതിനിധികൾ അവരുടെ ഫണ്ടിൽ വലിയൊരു ഭാഗം ഇതിന് മാറ്റി വയ്ക്കുന്നത് കൊണ്ടുമാണ് അങ്ങനെ ഉണ്ടായത്. ഈ ഒരു ശ്രദ്ധ കേരളത്തിലൊഴികെ ഒരിടത്തും കിട്ടില്ല എന്ന് ഉറപ്പിച്ചു തരാം. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിൽ വലിയ സ്കൂളുകളുണ്ട്. കേരളത്തിലെ വലിയ സ്കൂളുകളേക്കാൾ, പബ്ലിക് സ്കൂളുകളേക്കാൾ വലിയ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ അക്കാഡമിക്കലി ക്വാളിറ്റി ഉള്ള വലിയ സ്കൂളുകളുണ്ട്. പക്ഷെ പൊതു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചാണ് ഏറ്റവും സൂപ്പറായിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് ചെന്നാൽ അത് വളരെ സീറോ ലെവലിലാണ്. അപ്പോൾ ഇത്രയും സമയം കേരള പച്ചയോടൊപ്പം സഹകരിച്ചതിനും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിനും വളരെയധികം നന്ദി.